ഹലോ നമസ്കാരം. ഹോലാവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേഴ്സിംഗിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാനാണ്. നമ്മുടെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ ബോഡി ഇംഗ്ലീഷ് കോഴ്സിൻ്റെ റിക്വയർമെൻറ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 7 ബാൻഡ് ഇൻഡിവിജ്വൽ ഓവറോൾ 7 ബാൻഡും ആയിരുന്നു നേരത്തെ. അതിൽ നിന്ന് റൈറ്റിങ്ങിന് മാത്രം 6.5 ആയിട്ട് IELTSൻ്റെ സ്കോറാണ് ഞാൻ പറയുന്നത്, അത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ IELTSും PTEയുടെയും കൂടെ സ്കോർ റിക്വയർമെൻറ്റ്സ് മാറിയിരിക്കുന്നതുകൊണ്ട് PTEയുടെ സ്കോറും ഡിഫറൻ്റ് ആണ്. നേരത്തെ 65 ഓവറോൾ, ഇൻഡിവിജ്വൽ 65 എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അത് ഓവറോൾ 66ഉം ഇൻഡിവിജ്വൽ സ്കോർ 66ഉം ആക്കിയിട്ടുണ്ട്. റൈറ്റിങ്ങിന് മാത്രം 56 ആയിട്ട് കുറച്ചിട്ടുണ്ട്. 56 is equivalent to 6.5 of IELTS എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയാണ് പുതിയ നഴ്സിംഗ് രജിസ്ട്രേഷൻ ബോഡിയുടെ പുതിയ അപ്ഡേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു 1-2 മാസം മുന്നെയാണ് ആപ്ര അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്കോറാണ് വേണ്ടതെന്ന്. അപ്പോൾ അപ്പോഴേ നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ GS ക്ലിയർ ചെയ്ത് വിസയിലേക്ക് എത്തുക. കാരണം യൂണിവേഴ്സിറ്റീസ് അധികം വൈകാതെ തന്നെ ഈ റൂൾ ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കാൻബറ, RMIT തുടങ്ങിയ യൂണിവേഴ്സിറ്റീസൊക്കെ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമൽ നോട്ടിഫിക്കേഷൻ നമുക്ക് മെയിലായിട്ട് വരാനുള്ളതേ ഉള്ളൂ. എങ്കിലും ഓസ്ട്രേലിയൻ സ്റ്റഡി റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഞങ്ങൾ വരുന്നു ദുബായിലേക്ക്. അപ്പോൾ ഈ വരുന്ന നവംബർ 7 ഫ്രൈഡേ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് റുവൈസിലെ റിമാൽ ഹോട്ടലിൽ വെച്ചു. നവംബർ 9 സൺഡേ വൈകുന്നേരം 4 മണിക്ക് കരാമയിലെ ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ M Square ഹോട്ടലിൽ വെച്ച് നടത്തുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കുവാനായി ഈ കാണുന്ന നമ്പറിലേക്ക് സെമിനാർ എന്ന് വാട്സാപ്പ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാകുന്നത് RMITയിലൊക്കെ വിസ കിട്ടിയ കുട്ടികളോട് പറയുന്നുണ്ട് 6.5 ലൈക്ക് ഈ പറഞ്ഞ പുതിയ സ്കോറിലേക്ക് എത്തിക്കണം നിങ്ങളുടെ സ്കോർ എന്നുള്ളത് പറയുന്നുണ്ട്. ക്ലാസ് കിട്ടുന്നതിന് മുന്നേ. അല്ലെങ്കിൽ വിസ കിട്ടിയവർ വിസയുണ്ട്, നിങ്ങൾക്ക് വരാം. പക്ഷേ ഇവിടെ വരുമ്പോൾ ദേ കാൺട്ട് ഓഫർ യു ബാച്ചലർ ഓഫ് നഴ്സിംഗ് പ്രോഗ്രാം. അവർ ഡിപ്ലോമ ഓഫ് നഴ്സിംഗോ വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലേക്ക്, ഡിപ്ലോമ ഓഫ് നഴ്സിംഗ് ഫസ്റ്റ് ഇയർ പഠിച്ചതിന് ശേഷം സെക്കൻഡ് ഇയർ ബാച്ചലർ ഓഫ് നഴ്സിംഗിലേക്ക് എൻറോൾ ചെയ്ത് അങ്ങനെ നമ്മുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ 3.5 വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പക്ഷെ എന്നാലും നിങ്ങൾ വിസ കിട്ടിയ കുട്ടികളാണെങ്കിലും വിസ സ്റ്റേജിലുള്ളവരാണെങ്കിലും PT ഒന്നുകൂടെ എഴുതാൻ ശ്രദ്ധിക്കുക. ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എല്ലാവരും എഴുതണമെന്നല്ല, ഈ പറഞ്ഞ റിക്വയർമെന്റ് ഇപ്പം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അക്വയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ 2 സിറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് ഈ സ്കോർ മേടിച്ചാൽ മതിയാവും. അതായത് PTയും IELTSും ക്ലബ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓവറോൾ 7 അത് കുറയാൻ പാടില്ല. അതുപോലെ തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എഴുതിയ എക്സാമിന് ഓവറോൾ 66 കിട്ടി. ഒരു ബാൻഡിന് മാത്രം, സപ്പോസ് ഇപ്പോൾ റീഡിങ്ങിന് മാത്രം 65 ആയി, ബാക്കി എല്ലാത്തിനും 66 ഉണ്ടെന്ന് കരുതുക. നെക്സ്റ്റ് ടൈം നമ്മൾ എഴുതുമ്പോൾ ബാക്കി സ്കോറ് എല്ലാം ഈ 66 ആയിരിക്കണം, അതിൽ കുറയാൻ പാടില്ല. ഈ പോയ സ്കോറും 66 ആവണം. അങ്ങനെയാണ്. യെസ്. അപ്പോൾ അങ്ങനെ ക്ലബ് ചെയ്തെടുക്കാൻ പറ്റും. PT ക്ലബിങ്, IELTS ക്ലബിങ് ഈസ് ഓൾസോ പോസിബിൾ ഫോർ നഴ്സിംഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, തീർച്ചയായും ഇൻഫോർമേറ്റീവ് ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ സ്റ്റഡി അബ്രോഡ് നോക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. താങ്ക് യു.